ഹലോ, എല്ലാവർക്കും സൽന കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാവുമല്ലോ. അപ്പോൾ കുക്കറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടുതലൊന്നും വേണ്ടില്ലല്ലോ നോമ്പിൻ്റെ സമയത്തൊന്നും. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങോട്ട് നൈസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഉള്ളി ഇതുപോലെ ഉണ്ട് ചെറുതാക്കിയിട്ട് കനം കുറച്ചിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ഒന്നിങ്ങോട്ട് വേറെടുത്തിട്ട് കൊടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഉള്ളിയൊക്കെ റെഡി ആയി, എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമുക്കിതാ ഉള്ളി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം ഞാനിതിക്ക് ഉള്ളി ഇങ്ങനെ വഴറ്റിങ്ങാണ്ടല്ല ഈ ചോറുണ്ടാക്കുന്നത്. ഉള്ളി മുഴുവനായിട്ടും നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ടാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റണില്ല കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ തന്നെയാണ് ഈ ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളിക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് ഉള്ളിയൊക്കെ അതുപോലെ ഉണ്ടായാൽ മതി. നല്ലോണം അങ്ങോട്ട് കളർ അങ്ങോട്ട് മാറിപ്പോയാൽ ആ ഉള്ളി കരിഞ്ഞൊരു ടേസ്റ്റ് ആക്കാം കേട്ടോ. ഇത്രയൊക്കെ മതി. അപ്പോഴാണ് നമ്മൾ ആ ഉള്ളിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചോറുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഉള്ളി മുഴുവനായിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കട്ടെ. അങ്ങനെ നമ്മളെ ഉള്ളി വറുക്കരുതാ കഴിഞ്ഞു. ഇനി നമുക്കിത് ഇതിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഈ എണ്ണയിൽ തന്നെ, വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ എണ്ണയിൽ തന്നെ അങ്ങോട്ട് വറുത്ത് പോരാം. അങ്ങനെ അതവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കനൊക്കെ നല്ലോണം കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങൻ്റെ ഒരു നാരങ്ങൻ്റെ പകുതി നീര് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, കൂടുതലൊന്നുമില്ല, ഒരു ടീസ്പൂൺ, അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരാണ്, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉള്ളി ഉണ്ടല്ലോ, അത് കൈ കൊണ്ട് ഒന്നും ചെറുതായിട്ട് ഒന്നും ഇങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, മല്ലിയില, പുതിനയില, തക്കാളി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് എണ്ണ, നമ്മൾ ആ ഉള്ളി വറുത്തെടുത്തല്ലോ, അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ, നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കുക കൈയോട്ട്. ആ മസാലയും ചിക്കനും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നല്ലോണം തിരുമ്മി നല്ലോണം കുഴച്ചിട്ട് എടുക്കണം. കുഴച്ചെടുത്തിട്ട് പിന്നെ നമുക്കിതൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം അരച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ മസാലയൊക്കെ നമുക്ക് നല്ലോണം പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ 2 മണിക്കൂറാണ് ഇതിവിടെ അടച്ചു വെക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് എടുക്കണുള്ളൂ. അങ്ങനെ നമ്മൾ മസാലയൊക്കെ അവിടെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മസാല തേച്ച ചിക്കനൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിക്ക് മല്ലിയിലും പുതിനയിലും കുറച്ച് അരിഞ്ഞതും കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള ബിരിയാണി മസാല ഉണ്ടല്ലോ അത് കുറച്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ അരി മുഴുവനായിട്ട് വേവിക്കാൻ പറ്റൂല കേട്ടോ. ഒരു 80% മാത്രമേ വേവിച്ചെടുക്കണുള്ളൂ. അപ്പോൾ കുക്കറിലാണല്ലോ അത് വിസിലടുപ്പിക്കണത്. അപ്പോൾ ഒരു 80% അത് അതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് നമ്മളെ അരി. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് ഊറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് 3/4 വേവ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ 2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ എന്ത് ചെയ്യാമെന്നറിയോ, ഇതുപോലെ ഒരു കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ മസാല തേച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് ഇതിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ അടി പിടിച്ചോലോ വെള്ളം ഇല്ലെങ്കിൽ. അപ്പോൾ ചിക്കൻ തന്നെ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും, എന്നാലും കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അധികം കൂടി പോകരുതേ. അപ്പോൾ ഈ ചിക്കൻ ഒന്നും ഇങ്ങോട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. ചിക്കൻ ഇങ്ങനെ തിളച്ചിട്ട് വരുമൊന്നും വേണ്ട, നല്ലോണം തിളക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ആ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, നമ്മൾ 80% വേവിച്ച് വെച്ചിട്ടുള്ള ആ ചോറ് ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനൊന്നും തിളച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചിക്കൻ ചൂടായിട്ടുള്ളൂ. അങ്ങനെ ആ ചോറൊക്കെ ഇട്ടു, പകുതിയാണ് ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കണ മാതിരി തന്നെ ഉള്ളിയും പൊരിച്ചതും പിന്നെ മല്ലിയിലയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഗരം മസാലയും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഗരം മസാല നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ എല്ലാതും ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം, 2 വിസിലൊന്നും അടുപ്പിക്കരുത്. അപ്പോൾ നമ്മളെ ചോറും ചിക്കനൊക്കെ വെന്ത് പോവും. അപ്പോൾ ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കണത്. ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറും ചിക്കനൊക്കെ പാകത്തിനാവട്ടോ ഒരു വിസിലടുപ്പിച്ചാൽ. ഇനി നമുക്ക് ഈ കുക്കറിൽ നിന്ന് ഈ ചോറ് ആദ്യം ഒന്ന് മാറ്റിയെടുക്കണം. നമ്മൾ ചിക്കനൊക്കെ കുക്കറിൻ്റെ അടിയിലാണല്ലോ. അപ്പോൾ ചോറ് ആദ്യം ഈ പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. കാരണം നമ്മളെ ചോറ് വേറിട്ട് തന്നെ കിട്ടി. നല്ല സോഫ്റ്റാണ് കേട്ടോ ചോറ്. കുക്കറിലാകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ നമ്മളെ ചിക്കനൊന്നും ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല, നല്ല പാകത്തിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.